മാത്രമല്ല നീ കാലുകൊണ്ട് വേണ്ടാത്ത ഭാഗത്തിലേക്ക് നടന്നു പോയിട്ടുണ്ടോ, അവിടെ വെച്ചു നിനക്കെതിരെ സാക്ഷി പറയുമെന്നോ, ഈ കാല് തന്നെ സാക്ഷി പറയുമെന്നോ ഹബീബുനാ റസൂലുള്ളാഹി. കണ്ണുകളും നിനക്കെതിരെ സാക്ഷി പറയുമോടോ. ഞാൻ വേണ്ടാത്തത് കണ്ടിട്ടുണ്ട്, വേണ്ടാത്തവൻ ചെയ്യുന്നതിലേക്ക് നോക്കിയിട്ടുണ്ട്, വേണ്ടാത്ത പ്രവൃത്തി നടക്കുമ്പോൾ അതിനെ തിരസ്കരിക്കാതെ, അതിനെ ഒത്തുതീർപ്പാക്കാതെ അത് നോക്കി നിന്ന് ഉല്ലസിച്ചവരാണ്, ഉന്മാദം കൊണ്ടവരാണ്. ആ കണ്ണ് ഇവന്റെ കണ്ണാണെന്നോ നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് പറയുമെന്നോ തെറ്റു മുഴുവനും അതിവേഗം റബ്ബ് അവിടെ രേഖപ്പെടുത്തും. إذا جاء رمضان وفتحت أبواب الجنة وغلقت أبواب النار وصفدت الشياطين. പുണ്യ റമളാൻ ആഗതമായാലോ സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ മലക്ക് തുറക്കപ്പെടുന്നതാണ്, നരകത്തിന്റെ വാതിലുകളെല്ലാം പൊട്ടിയടക്കപ്പെടുന്നതാണ്, ഇബ്ലീസിനെ ശൈത്താനെ ആട്ടിയോടിക്കപ്പെടുന്ന മാസമാണ് പുണ്യ റമളാനെന്ന് ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി. പക്ഷേ അത് വിചാരിച്ചിട്ട് നരകത്തിക്ക് ഒരു ശിക്ഷയും രേഖപ്പെടുത്തൂല എന്ന് ചിന്തിക്കണ്ട. നമ്മൾ അപ്പുറത്തെ പരീത്ത കാക്കാൻ നമ്മള് നാവ് കൊണ്ട് ഇത് മാത്രല്ല നാവ് പറയുമത്രേ, ഞങ്ങൾ മറ്റവനെ കുറിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മറ്റൊരാളിലൂടെ നടന്നു പോകുമ്പോൾ അവനെ വ്യഭിചാരോപണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൻ തമ്മാടിയാണെന്ന് ഞങ്ങൾ ആരോപിച്ചിട്ടുണ്ട്, അവൻ കള്ളുകുടിയാണെന്ന് പറഞ്ഞ് ആരോപിച്ചിട്ടുണ്ട്, അവന് നന്നാകാനുള്ള അവസരം കൊടുക്കണേ എന്ന് ലോകത്തിന്റെ ഒരു നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. മഗ്‌രിബിന്റെ ബാങ്ക് കേട്ടപ്പോൾ ഈ ക്ലബിന്റെ ഓരത്തിരിക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാറുള്ളത്, പ്രായം ചെന്ന ആളുകളോട് എനിക്ക് പറയാറുള്ള സ്നേഹവാത്സല്യത്തോടുകൂടെ പറയാം, ഇങ്ങനൊരു അവസരം നിങ്ങൾക്ക് ലഭിച്ചിട്ട് ഇതിന്റെ സത്യത്തിന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ അതിന്റെ പാതിലേക്ക് കടന്നു വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റബ്ബ് തന്ന ആരോഗ്യത്തെ പിടിച്ചു വെക്കുമെന്നോ ലോകത്തിന്റെ ഒരു നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളിപ്പോ നല്ല ആവേശത്തോടു കൂടി ആരെങ്കിലും ഒരാൾ വിളിക്കുമ്പോൾ ബൈക്കിൽ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് റബ്ബ് നിനക്ക് തന്ന ഇസ്സത്താണ്. ആ ഇസ്സത്തിനെ ഊരിക്കളയാൻ ആർക്ക് സാധിക്കും? അള്ളാഹ്ക്ക് സാധിക്കും. അള്ള തന്നത് അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്തെടുക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അള്ളാഹിനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ താഴെ മറന്നു പോകും. ഞാൻ ഒരു ഉദാഹരണം കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പറയാം. ചെറുപ്പക്കാരൻ യുവത്വമുള്ളവരുന്ന ഗൾഫിൽ നിന്ന് വന്നിട്ട് അവന്റെ ഏർപ്പാട് പറഞ്ഞാൽ ഞെട്ടിപ്പോകും. പിന്നീടാണ് അവന്റെ ബ്ലാക്കുകളെ കുറിച്ച് അറിയുന്നത്. അവൻ ലഹരിയുമായി കഞ്ചാവുമായി നടന്നിട്ട് അവന്റെ കുടുംബത്തെ ഒരു ബാപ്പാനുമാനും ചെയ്യാൻ നടന്നു. 23 വയസ്സുള്ള അഫ്സൽ എന്ന് പറയുന്ന ഞാൻ മുൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തുള്ള ചെറുപ്പക്കാരൻ, നല്ല കാണാൻ നല്ല ചൊറുചൊറുക്കുള്ള ചെക്കനാണ്. ഓന് വണ്ടിമ പോകുമ്പോ പെട്ടെന്ന് ചേറാള എന്ന് പറയുന്ന തൊട്ടടുത്ത സ്ഥലമാണ്. ഏകദേശം 3 വർഷം മുന്നേ അവിടെ ഒരു മരണം ആ സ്കൂളിന്റെ അവിടെയുള്ള മുന്നിൽ വെച്ചുകൊണ്ട് അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഞാനിത് പറഞ്ഞത് കളവാണ് നിങ്ങൾ തെളിയിച്ചു തരികയാണെങ്കിൽ ഞാൻ ഇവിടെ ഉൾപ്പെട്ടു പോകും, നാട് വിട്ടു പോകും. ഇത് പറഞ്ഞു തരുന്നത് ചെറുപ്പക്കാരനാണ്, ആരോഗ്യമുള്ളവനായിരുന്നു. പൊടും തന്നെ അവൻ ആക്സിഡന്റ് സംഭവിച്ചത് മറ്റൊരു വാഹനത്തിൽ പോയിട്ട് അവന്റെ ബൈക്കിടിക്കുന്നു. തളർന്ന് ഏകദേശം 7 മാസക്കാലത്തോളം മിണ്ടാൻ കഴിയാതെ കിടക്കാൻ ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ അല്ലാത്ത സമയത്ത് അവനെ സമീപിച്ചിരുന്നു, അല്ലാത്തപ്പോൾ ഞാൻ അവനെ ശ്രമിച്ചിരുന്നു. അവന് നിർത്തിയാണ്, തിരക്കാണ്, എപ്പോഴും പറയും. അവന് ആക്സിഡന്റ് സംഭവിച്ചവനെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ ഏകദേശം കൊണ്ടുപോയി 2 മാസം കിടപ്പിലായി. റമളാനിൽ കണ്ണുന്നിങ്ങനെ വെള്ളം വരണം, അവന്റെ കണ്ണുന്നു തുരുതിന വെള്ളം വരുമ്പോ അവനെ ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തിയിരുന്ന ഡോക്ടർമാരൊന്നും നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളി, ഇവനിങ്ങനെ കിടന്നാൽ ഇവന്റെ ശരീരം മുഴുവനും മുറിയോ വരികയാണ്. അവന്റെ കളറൊക്കെ ചുരുങ്ങാൻ തുടങ്ങി, കളറൊക്കെ പോകാൻ തുടങ്ങി. നല്ല ആര് കണ്ടാലും 4 പെൺകുട്ടികൾ ഇങ്ങോട്ട് നോക്കുന്ന അത്ര സൗന്ദര്യം ഉണ്ടായിരുന്നു. ഇത് വെറുതെ പറയണതല്ല. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് ഇങ്ങനെ നിങ്ങൾക്കൊരു അവസരം, നിങ്ങൾ എവിടുന്ന് നിസ്കരിക്കാൻ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ നിസ്കാരത്തെ നിങ്ങൾ ബഹുമാനിച്ചില്ലെങ്കിൽ റബ്ബ്
നമുക്ക് തന്ന ഇസ്സത്ത് വലിച്ചെടുക്കുന്നത് ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ചെറുപ്പക്കാരൻ ഏകദേശം 7 മാസം ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നിങ്ങളുടെ ഭക്ഷണം കൊടുക്കാൻ ജ്യൂസ് പോലെ ഇട്ടിട്ട് കൊടുക്കേ. അങ്ങനെ പെരുന്നാൾ ദിവസം, ഈദുൽ ഫിത്തറിന്റെ ദിവസം, പെരുന്നാൾ ഖുത്ബയൊക്കെ കഴിഞ്ഞ് ഞാൻ ചെറുപ്പക്കാരെല്ലാവരും കൂട്ടിയിട്ട് നാട്ടിലോട് എല്ലാവരും പറഞ്ഞു, അവിടെ നമുക്കൊരു ആളുണ്ട്. അവനെ കണ്ടപ്പോൾ അവന്റെ കണ്ണിന്നിങ്ങനെ ഗദ്ഗളമായി 10 മാസം വേദനയോടുകൂടെ ചുമന്ന ഉമ്മ എല്ലാം സഹിച്ചുകൊണ്ട് തനിക്ക് വേണ്ടി സഹിച്ചു ത്യാഗിച്ചു, ഇതെല്ലാം ത്യാഗങ്ങളും സഹിച്ച പൊന്നുമ്മ. ആ ഉമ്മ പറഞ്ഞത് പോലും മൈൻഡ് ചെയ്യാൻ നടന്നവൻ പിന്നിൽ അവസാനം നോക്കാൻ ആരെന്നുള്ളൂ? കൂട്ടുകാരുണ്ടാവുള്ളൂ, അമ്മ ഉണ്ടാവുള്ളൂ, ബാപ്പ ഉണ്ടാവുള്ളൂ. ഇത് എല്ലാ മക്കളും ചിന്തിക്കണം. നമ്മൾ പറയും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട്, എല്ലാവരും വേണം. നമുക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്, നമുക്കൊക്കെ കൂട്ടുകാരന്മാരുണ്ട്, എല്ലാവരും വേണം. പക്ഷേ തല മറന്നുകൊണ്ട് എണ്ണ തേച്ചാൽ നമുക്ക് അസുഖം വന്നാൽ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് തരും, പിന്നെ തുടങ്ങും, പിന്നെ അസുഖം വരും, അതിലൂടെ പല രോഗങ്ങളും പിടിപെടും. അതുപോലെയാണ് നമ്മുടെ റബ്ബ് നമുക്ക് തന്ന ഇസ്സത്ത്, നമുക്ക് തന്ന ആരോഗ്യം. അത് റബ്ബിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ലേ, റബ്ബ് നമ്മളോട് വേണ്ടി ചെയ്യില്ല. അതല്ലേ പറഞ്ഞത്, നാവ് പറയുമത്രേ ഞാൻ ഇന്ന ആളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്, അതിലൂടെ നടന്നു പോകുന്ന ആജിയാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്ത അമല് നമ്മൾ തന്നെ കൊടുക്കുകയാണ്. ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നാരായണത്ത് ഭരണം എന്ന് പറയുന്ന ഒരു ഭ്രാന്തനുണ്ടായിരുന്നു. ഇന്ന് പിന്നെ കേരളത്തിലുള്ള അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുള്ള മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ അദ്ദേഹത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുപോയി നടന്നിരുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ എണീറ്റാൽ വലിയൊരു പാറ പിന്നെ തള്ളി ഒരു മലയുടെ ഉച്ചിയിലേക്ക് കൊണ്ടുപോയി ആക്കും. അഥവാ വഴിയിൽ വെച്ചുകൊണ്ട് അതെങ്ങാനും താഴോട്ട് വീണാൽ അത് പിന്നെയും താഴത്തേക്ക് ഇറങ്ങിയാൽ മൂപ്പര് തന്നെ പണി ഇതിങ്ങനെ കൊണ്ടേ നേരെ മുകളിലെത്തും. മുകളിലെത്തിയിട്ട് മൂപ്പർക്ക് എന്താ പണി? അവിടെ കെട്ടിപ്പടുക്കില്ല. എന്നിട്ട് മുകളിൽ ഉച്ചിയിലെത്തിയിട്ട് അങ്ങോട്ട് 4 ഭാഗത്തുനിന്ന് നോക്കിയിട്ട് ഒരൊറ്റ തള്ളിയിടലാണ്. താഴോട്ട് ഇങ്ങനെ മൂപ്പരിങ്ങനെ കൈ കൊട്ടിയിട്ട് ഉല്ലസിക്കും. അത്രേ. അദ്ദേഹത്തെ ആരാധിക്കാൻ ഒരാൾക്കാരോടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ആരാധിക്കുന്നത് ആരെയാണ്? റബ്ബിനെയാണോ? അതല്ല, നമ്മൾ ആരെ ആരാധിക്കും? നമ്മൾ ആദ്യം ചിന്തിക്കണം. وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين. റബ്ബേ, എൻ്റെ എല്ലാ സൽക്കർമ്മങ്ങളും ഞാൻ നിന്നിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഞാൻ എടുക്കുന്ന അമലുകൾ മുഴുവനുമുണ്ട്, ഞാൻ ചെയ്യുന്ന ഓരോ അമലുകളുമുണ്ട്, ഞാൻ ഓതുന്ന ഖുർആനുകളുണ്ട്, ഞാൻ ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖറബൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, അല്ലയോ യാ റസൂലല്ലാഹ്, നിങ്ങളുടെ നാട്ടിലൊരു വ്യഭിചാരി ഉണ്ടെങ്കിൽ ആ വ്യഭിചാരി പറയുമത്രേ, അതുകൊണ്ട് റബ്ബിനോട് പറയുമത്രേ, നിന്റെ നാവ് കളവ് പറഞ്ഞിട്ടുണ്ടോ, നിന്റെ കൈകൾ രതിസാക്ഷി പറഞ്ഞിട്ടുണ്ടോ, നിന്റെ കാലുകൾ നിനക്ക് എതിര് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ നാളെ നീ ഗുഹസ്ഥാനം നിനക്ക് വേണ്ടി നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ അനുകൂലമായി സാക്ഷി പറയുമെന്ന് ലോകത്തിന്റെ ഒരു നബി മുഹമ്മദ് മുസ്തഫ. നമ്മളെ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ, വേണ്ടാവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നാളെ നീ ഏതൊരു അവയം വെച്ചുകൊണ്ടാണോ അതിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിനക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതിന്റെ ഒരൊറ്റ മാർഗമുള്ളൂ. എന്താ ഇതിനുള്ള മാർഗം? നമ്മളൊക്കെ തെറ്റ് ചെയ്തവരാണ്. അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരണം. അപ്പേ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾക്ക് നന്നാവണം. പക്ഷെ ഞങ്ങളെ നന്നാക്കാൻ ഞങ്ങളെ അയൽവക്കത്തുള്ളവർ സമ്മതിക്കണില്ല. ശരിയല്ലേ? നമ്മളെ അയൽവാസികൾ സമ്മതിക്കണില്ല, നമ്മളെ കുടുംബത്തിലുള്ളവർ സമ്മതിക്കണില്ല, എൻ്റെ വാപ്പ സമ്മതിക്കണില്ല, എൻ്റെ ഉമ്മ സമ്മതിക്കണില്ല എന്നുള്ളതാണ്. നമുക്ക് നന്നാവണം, എനിക്കും മക്കൾക്ക് നന്നാവണം. ഈ റമദാൻ വന്നിട്ട് നമ്മൾ നന്നാടില്ലെങ്കിൽ ഏത് കാര്യത്തിൽ നമ്മൾ നന്നാവില്ല. ജസ്റ്റ് റബ്ബിനോട് നമുക്കൊരു ബന്ധം വേണ്ട. നമ്മളിങ്ങനെ നിയത്ത് വെക്കുക, സ്കരിക്കുക, ഇതിങ്ങനെ ഒരു സംക്രമണം പോലെ നടന്നുകൊണ്ട് കഴിയില്ല. 2 കോലത്തിൽ നടന്നാലും നമുക്ക് തെറ്റാണ്. പഠിച്ചോളെ ഞങ്ങൾക്ക് അഫൂവ് ചെയ്യണമല്ലോ, ഞങ്ങളോട് പൊറുക്കണം റബ്ബാനെ. ഞങ്ങളെ സാധുക്കളായ ഞങ്ങളെ വീട്ടിലുള്ള ഞങ്ങളെ ഉമ്മണ്ട്, ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞോരാണ്.
ഉറക്കൊഴിച്ച് കരഞ്ഞവരാണ്. ഒരുപാട് തവണ ഞങ്ങൾ കരഞ്ഞവരാണ്. ഞങ്ങളിങ്ങനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഡോക്ടർ പലതും പറഞ്ഞ് തല്ലി ഒഴിവാക്കുമ്പോൾ ബാപ്പ പറഞ്ഞു, ഇനിയിപ്പോൾ ഇതിങ്ങനെ കൊണ്ടുകിടന്നാൽ ചികിത്സക്ക് ഒരുപാട് പണം വേണ്ടി വരും, ഇനി വേറെ എന്തെങ്കിലും പോവഴികളുണ്ടോ എന്നുള്ള മൂപ്പര് ചിന്തിച്ചത് എന്താ, ഇതൊന്നും ഇല്ലാതായിക്കണമെങ്കിൽ എനിക്ക് സമാധാനത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. അയാൾ കഷ്ടപ്പാട് ആലോചിക്കണം. പക്ഷേ ഉള്ളിലൊരാൾ വെന്ത് മനസ്സുകൊണ്ട് കരയുന്നൊരു ഒരാളുണ്ട്. ആരാണ്? നമ്മുടെ ഉമ്മയാണ്. എൻ്റെ കുട്ടിക്ക് എന്തുണ്ടെങ്കിലും എന്ത് കുറവുകളുണ്ടെങ്കിലും പടച്ചോനെ നീ തന്നതാണല്ലോ എൻ്റെ കുഞ്ഞിനെ, അത് ഞാൻ നല്ല റാഹത്തോടുകൂടി കൊണ്ടുപോയി നടക്കാം. ഞാൻ ഇന്നലെ എൻ്റെ സുഹൃത്തിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇന്നലെ പറഞ്ഞു, വളാഞ്ചേരിയിലുള്ള ഒരു നടക്കാനും കഴിയുന്നില്ല, ഇരിക്കാനും കഴിയുന്നില്ല, അങ്ങനത്തെ ഒരു സ്വാലിഹി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചു 2 മക്കളുണ്ട്. അയാൾ എപ്പോഴും കിടക്കുകയാണ്. ഒന്ന് നമ്മളെപ്പോലെ ഇങ്ങനെ ആരോഗ്യത്തോടു കൂടി എണീക്കാനോ ഇരിക്കാനോ കഴിയാത്ത മനുഷ്യൻ. അയാൾ ചെയ്യുന്ന രാവിലത്തെ അയാളെ ഓരോ ടൈം ടേബിൾ കാണുമ്പോൾ രാവിലെ എണീറ്റോടെ ബ്രഷ് ചെയ്യുന്നു, സുബഹിക്ക് നിസ്കരിക്കുന്നു, ആരോഗ്യം എല്ലാം നഷ്ടപ്പെട്ട, ഒരു പ്രതീക്ഷയില്ലായിരുന്ന. എന്നിട്ട് അയാളൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, എൻ്റെ ബാപ്പ പറഞ്ഞിരുന്നു നമുക്ക് പിന്നെ കൊണ്ടേ കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, ബാപ്പ മരിച്ചുപോയി, അള്ളാഹു അവർക്കൊക്കെ ഹൈറ് കൊടുക്കട്ടെ, കാരണം ബാപ്പ കഷ്ടപ്പെടേണ്ടി വരുമോ എന്ന് ആലോചിച്ചിട്ടായിരുന്നു. എന്നാൽ ആ ഉമ്മ വളർത്തി കൊണ്ടുവന്നു. ഇതെല്ലാം കാണുന്നതിന് മുന്നേ ഉമ്മയും മരണപ്പെട്ടു പോയി. അങ്ങനെ ഇരിക്കുമ്പോ ആ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് പോലും കിടന്നിട്ടാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ അടിച്ചോക്കി നമുക്ക് കാണാൻ കഴിയും. സോറി, ആലോചിച്ചോട്ടെ, നമ്മൾ എന്തേ മെന്റ് ചെയ്യാത്തത്? നമുക്ക് എന്തിന്റെ കുറവാ? ആരോഗ്യത്തിന്റെ കുറവാണോ? അല്ല. പണമുണ്ട്, ഇല്ല, അത് റബ്ബ് തരുന്നതാണ് എന്നുള്ള